മക്കളെ, നാളെ ഡിഗ്രി പ്രിലിംസ് എക്സാം എഴുതാൻ പോകുന്നവര് ഈ 4 കാര്യങ്ങൾ ഓർത്ത് വെച്ചോടാം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു 10 മാർക്ക് വരെ കൂട്ടി വെക്കാൻ പറ്റും. ഒന്ന്, ഇതുവരെ നടന്ന ഡിഗ്രി പ്രിലിംസിന്റെ മുഴുവൻ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ ഒരു 50 റേഞ്ചിലാണ് എപ്പോഴും വരുന്നത്. അതായത് 1.25 മണിക്കൂറാണ് എക്സാമിന്റെ സമയം. 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിലൊരു 20% ക്വസ്റ്റ്യൻസ് ഇച്ചിരി പാടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, പ്രഷർ തരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് PSC അർത്ഥമാക്കുന്നത് നിങ്ങളെ കൊണ്ട് ഫുള്ള് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യിപ്പിക്കുക എന്നല്ല, മറിച്ച് ഈ ചുരുങ്ങിയ സമയത്തിൽ ഇത്രയും നല്ല ക്വസ്റ്റ്യൻസിനെ ഈ പ്രഷറിൽ നിങ്ങൾക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു, ഇതാണ് PSC നോക്കുന്നത്. അപ്പോൾ നമ്മൾ എക്സാം എഴുതാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അറിയാത്ത ക്വസ്റ്റ്യൻസ് മുഴുവൻ അറ്റൻഡ് ചെയ്ത് ഉള്ള നെഗറ്റീവ് മാർക്ക് മൊത്തം എടുത്തു വെച്ച് നമ്മളെ ഉള്ള മാർക്ക് കളഞ്ഞിട്ട് വരികയല്ല, മറിച്ച് ഈ സർക്കംസ്റ്റാൻസസിൽ, ഈ സിറ്റുവേഷനിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻസിനെ എങ്ങനെ എഫക്റ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, അപ്പോൾ കൂളായിട്ട് നിങ്ങൾ പഠിച്ച ക്വസ്റ്റ്യൻസ് മാത്രം പോയി അറ്റൻഡ് ചെയ്തോ, മാക്സിമം നെഗറ്റീവ്സ് കുറച്ചു. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇതുവരെയുള്ള 13 ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അനലൈസ് ചെയ്താൽ, ഡിഗ്രി പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം എപ്പോഴും ഒരു ആവറേജ് നിലവാരത്തിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എല്ലാവർക്കും അത് കിട്ടുമെന്നല്ല, മറിച്ച് നിങ്ങൾ പഠിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ, നന്നായിട്ട് വർക്ക് ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ വലിയ ബുദ്ധിമുട്ട് ആ ക്വസ്റ്റ്യൻസ് തരത്തില്ല. അപ്പോൾ അവിടെ നമുക്കൊരു 37 മാർക്ക് വരെ നമുക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. അതായത് 50-ന് 50 ഒന്നും ഞാൻ മേടിക്കാൻ പറയുന്നില്ല, മറിച്ച് ഒരു 37 മാർക്ക് വരെ നമുക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി 50 മാർക്ക് GK എടുക്കുകയാണെങ്കിൽ അവിടെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയായാലും ഒരു 20 ക്വസ്റ്റ്യൻസ് നമുക്ക് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അതായത് നമ്മൾ പഠിച്ച എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ തന്നെ അതിനകത്തൊരു 17 മാർക്ക് നമുക്ക് മേടിക്കാൻ പറ്റിയാൽ എത്ര മാർക്കായി? 47, 57, അതിൽ നിന്നൊരു 3 കുറച്ചാൽ 54 മാർക്കായി. അത് കഴിഞ്ഞ് ബാക്കിയുള്ള 30 ക്വസ്റ്റ്യൻസ്, ഈ ബാക്കിയുള്ള 30 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് വലിയ പാടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ പോയി അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കരുത്. നമ്മളെ കൊണ്ട് പറ്റത്തില്ല, ഒരുപാട് സമയം വായിക്കേണ്ടി വരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോയി അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുവരെയുള്ള PSC ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ അത്രയും പാടുള്ള ക്വസ്റ്റ്യൻസ് മുഴുവനും PSC അവസാനം ഫൈനൽ ആൻസർക്ക് വരുന്ന സമയത്ത് ക്യാൻസൽ ആക്കി വിടാറാണ് പതിവ്. അപ്പോൾ നമ്മൾ ഒരുപാട് സമയം അതിന്റെ പുറകിലിരിക്കുന്നു, ഒരുപാട് സമയം കളയുന്നു. ആ സമയം ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ആദ്യം മാത്സ്, ഇംഗ്ലീഷ്, മലയാളം അറിയാവുന്ന ഫുൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് വയ്ക്കുക. കാര്യം അവിടെ മാക്സിമം മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതിനുശേഷം GKയിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിമ്പിൾ ആയിട്ടുള്ള അറിയാമെന്നുള്ള ക്വസ്റ്റ്യൻസ് മുഴുവൻ അറ്റൻഡ് ചെയ്തോ, അപ്പോൾ അത്യാവശ്യം നല്ല മാർക്ക് നമുക്ക് കയറ്റി വയ്ക്കാം. ഇനി എല്ലാവർക്കും പറ്റുന്ന അബദ്ധം എവിടെ കിടക്കുന്നത്? അപ്പോൾ ഇവർ ഈ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് മൊത്തം അറ്റൻഡ് ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് ഇവർ പാടുള്ള ക്വസ്റ്റ്യൻസിലോട്ട് അങ്ങ് പോകും, നല്ല പാടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ചുറ്റും നോക്കുമ്പോൾ ചിലപ്പോൾ അടുത്തിരിക്കുന്ന ഒരാൾ 100 ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തു എന്ന് വരും, ചിലപ്പോൾ കോളം തികയാത്തോണ്ട് വരച്ചും എഴുതിയെന്ന് വരും. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഈശ്വര, അവരൊക്കെ നന്നായിട്ട് ഇത്രയും എഴുതി വെച്ചേക്കല്ല, അപ്പോൾ നമ്മുടെ മാർക്ക് എങ്ങനെ കുറഞ്ഞു പോകും, ഞാൻ ഇച്ചിരി പുറകിലേക്കായി പോകും, അങ്ങനെയൊക്കെ ചിന്തിച്ച് നമ്മളും കൂടെ ബാക്കിയുള്ള പാടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ, അറിയാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് നമ്മുടെ ഉള്ള മാർക്ക് മൊത്തം കൊണ്ടുപോയി കളയും. സോ ഒരിക്കലും അത് ചെയ്യരുത്. നമുക്കൊരു ക്വസ്റ്റ്യൻ അറിയത്തില്ല എങ്കിൽ അതങ്ങ് വിട്ടേക്ക്. കാര്യം ഒരിക്കലും കട്ട് ഓഫ് 100 മാർക്ക് വരത്തില്ല, ഒരു 50 ആ റേഞ്ചൊക്കെ ആയിരിക്കും എപ്പോഴും കട്ട് ഓഫ് വരുന്നത്. അപ്പോൾ 55 ഒക്കെ ആയിരിക്കും കട്ട് ഓഫ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതൊരു ക്വാളിഫയിങ് എക്സാം മാത്രമാണ്. ഡിഗ്രി പ്രിലിംസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്വാളിഫയിങ് എക്സാം മാത്രമാണ്. അപ്പോൾ ആ പ്രിലിംസ് ക്രാക്ക് ചെയ്ത് മേളിൽ നിൽക്കുക, അത്ര മാത്രമേ നമ്മുടെ ലക്ഷ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ അറിയാത്ത ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് വെറുതെ നമ്മൾ നെഗറ്റീവ് മാർക്ക് അടിക്കരുത്. ഓക്കെ, അറിയാവുന്ന ക്വസ്റ്റ്യൻസിൽ ഫുള്ള് ഫോക്കസ് കൊടുക്കാം. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് അടുത്ത പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ എക്സാം എഴുതാൻ പോകുമ്പോൾ നമ്മൾ ഭയങ്കര പ്രഷറിലായിരിക്കും എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ കൂളായിട്ട് ചിലപ്പോൾ എക്സാം സെൻറ്ററിൽ പോകുമായിരിക്കും, ചിലപ്പോൾ ചുറ്റുമുള്ള ആൾക്കാർ മുഴുവൻ കുറേ റാങ്ക് ഫയലൊക്കെ എടുത്തു വെച്ച് കുറേ നോട്ടൊക്കെ എഴുതിക്കൊണ്ടുവന്ന്, ചിലപ്പോൾ നമുക്കറിയാത്തൊരു ടോപ്പിക്കാണ് വായിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അപ്പോൾ നമ്മൾ വിചാരിക്കും, ഈശ്വര തീർന്നു, അവരൊക്കെ അതാ ഒരുപാട് പഠിച്ചിട്ടൊക്കെ വരെയാണ്, ഞാൻ ഒന്നും ആയിട്ടില്ല, അങ്ങനെയൊക്കെ മനസ്സിനകത്തൊരു ചിന്ത വരും. ആ സമയത്ത് നമ്മൾ ഭയങ്കര പാനിക്കാം. ഒന്നുമില്ല മക്കളെ, ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും അവർ ആ ബുക്ക് തന്നെ തുറന്നു നോക്കുന്നത്. അങ്ങനെ തന്നെ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരിക. ആ കോൺഫിഡൻസ് നന്നായിട്ട് ബൂസ്റ്റ് ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾ സൂപ്പർബാണ്, നിങ്ങൾ ഇത്രയും പഠിച്ചിട്ട് വരുന്നത്, ഇത്രയും എഫേർട്ട് കൊടുത്തിട്ടാണ് വരുന്നത്, ഇതിനകത്ത് ഒരു 55 മാർക്ക് മേടിക്കാനുള്ള കാലിബറൊക്കെ എനിക്കുണ്ട്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ നല്ല മാർക്ക് മേടിക്കാനുള്ള കാലിബർ എനിക്കുണ്ട്. ആ കോൺഫിഡൻസിലെ നിങ്ങൾ പോവാം. പറ്റുകയാണെങ്കിൽ ചുറ്റും നോക്കിയിട്ട് നീട്ടി ഒന്ന് പുച്ഛിച്ചോ, നിങ്ങളൊക്കെ എന്തിനു വന്നു, കാര്യം ഫസ്റ്റ് റാങ്ക് ഞാൻ അടിക്കാൻ പോകുന്നത്, ആ ഒരു പുച്ഛത്തോടെ അങ്ങ് പോവുക. അപ്പോൾ മനസ്സ് ഭയങ്കര കൂളാവും, നമുക്ക് നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടെ ഓർമ്മ നന്നായിട്ട് കിട്ടും, പ്രഷറൊന്നും ഇല്ലാതെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് കൃത്യമായിട്ട് ആ എക്സാമിന് സമയത്ത് മുമ്പ് തന്നെ പറ്റുകയാണെങ്കിൽ ഒരു 12:45 ആകുമ്പോൾ തന്നെ എക്സാം സെൻറ്ററിലേക്ക് അങ്ങ് പോവുക. വളരെ സമാധാനത്തോടെ, പ്രഷറൊന്നും ഇല്ലാതെ കൂളായിട്ട് നമുക്ക് എക്സാം സെൻറ്ററിലേക്ക് കയറാൻ പറ്റും. മറ്റേ ലാസ്റ്റ് മിനിറ്റ് ഒരു ഹറിബറീസ് ഒക്കെ ആണെങ്കിൽ പിന്നെ നമ്മുടെ മനസ്സ് തന്നെ ഓൾറെഡി ടെൻഷനായി പോകും, നമുക്ക് വലിയ പ്രൊഡക്ടിവിറ്റി ഒന്നും കിട്ടത്തില്ല. അപ്പം അതുകൊണ്ട് നേരത്തെ തന്നെ എക്സാം സെൻറ്ററിലേക്ക് എത്താൻ ശ്രമിക്കാം. പിന്നെ 2 പേന, നിങ്ങളുടെ ഹോൾ ടിക്കറ്റ്, അതിനുശേഷം നിങ്ങളുടെ ID കാർഡ് എടുക്കാൻ മറക്കണ്ട. ഇന്ന് തന്നെ അതൊക്കെ മൊത്തം പാക്ക് ചെയ്ത് വെച്ചോ. പിന്നെ മറ്റൊരു കാര്യം, ആരാണ് എക്സാം എഴുതാൻ പോകുന്നത്?
എപ്പോഴെങ്കിലും നിങ്ങൾ താഴേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ താഴേക്ക് ഇങ്ങനെ ഒരു ചിന്ത വരുമ്പോൾ മനസ്സിനകത്ത് ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക. ആരാ എക്സാം എഴുതാൻ പോകുന്നത്? നിങ്ങളാണ് എക്സാം എഴുതാൻ പോകുന്നത്. നിങ്ങളുടെ ലൈഫ് മൊത്തം ഒന്ന് ആലോചിച്ച് നോക്കേ. ഏതവസ്ഥയിൽ നിന്ന് നിങ്ങളിപ്പോൾ ഏതവസ്ഥ വരെ എത്തി. ഇതുവരെ നിങ്ങൾക്ക് എത്താൻ പറ്റിയില്ലേ? ഇതുവരെ നിങ്ങൾ പഠിച്ചില്ലേ? ഇത്രയും പഠിച്ച് ഇത്രയും പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ആ എക്സാം സെൻറ്ററിലേക്ക് പോകുന്നത്. നന്നായിട്ട് പഠിച്ചിട്ടാണ് പോകുന്നത്. അല്ലാതെ ഒരു മഴയത്ത് നമ്മളിവിടെ ഒതുങ്ങാൻ പോകുന്നതല്ല. ഇത്ര ദിവസം രാത്രി പകലാക്കി പഠിച്ച് ഒരുപാട് ടോപ്പിക്കിൽ പഠിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് സെറ്റായിട്ടാണ് നമ്മൾ പോകുന്നത്. പോരാളിയാണ് നമ്മൾ. വിശ്വസിക്കുക, നിങ്ങളെ നേടത്തുള്ളൂ. നിങ്ങൾ മാത്രമേ നേടത്തുള്ളൂ. സെറ്റായി പോയി നാളെ പോയി എക്സാം എഴുതിയിട്ട് വാ. ദൈവം നിങ്ങളുടെ കൂടെ കാണും. എൻ്റെ പ്രാർത്ഥനയും കൂടെ ഉണ്ടാവും. നിങ്ങൾ വിജയിച്ചിരിക്കും, ഷുവറാണ്.